ചെറുമകളുടെ മകൻ. ആ ചെറുമകളുടെ മകൻ തന്നെ. ഞാനും ഒരു കാലത്ത് നന്നായിട്ട് മൃഗങ്ങൾ വായിക്കുമായിരുന്നു. മരിക്കാൻ കിടന്നപ്പോ ഭാനുമതി എന്നോട് പറഞ്ഞു ഒന്ന് വായിക്കണമെന്ന്. എന്നിട്ട് അവൾ ഇനി വായിക്കില്ല എന്നെ കൊണ്ട് സത്യം ചെയ്യിച്ചു. പിന്നെ മരിക്കുന്നത് വരെ ഞാൻ വായിച്ചിട്ടില്ല. അവള് മരിച്ചതിന് ശേഷം പിന്നെ ഈ വീട്ടിൽ മൃദംഗത്തിന്റെ ഒച്ച കേൾക്കുന്നത് ഇന്ന് ആദ്യമായിട്ടാണ്. മോനെ, ഉറങ്ങിക്കിടന്ന ഈ വീടിനെ ഉണർത്തിയത് നീയാണ്. ഞാൻ പാസ്പോർട്ട് എടുത്തിട്ടുണ്ട്. എന്തിന്? അല്ല, കച്ചേരിക്ക് പോവാൻ. അവനെ ഈ പ്രോഗ്രാമിന് പോകുന്ന കാര്യം പറയായിരുന്നു. സിംഗപ്പൂരില്. സിംഗപ്പൂർ പ്രോഗ്രാമിലെ വായനയും ഇതുപോലെ നന്നാവും. സിംഗപ്പൂരിൽ മാത്രമല്ല, ലോകം മുഴുവൻ പ്രസിദ്ധനാകാൻ പോവുകയാണ്. അതാണല്ലോ എന്റെ ആഗ്രഹം. പ്രഭാകരന്റെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറണമെന്നാണല്ലോ ഞങ്ങളുടെ ഒക്കെ ആഗ്രഹം. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. അയ്യോ, വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഞാൻ അതങ്ങ് മറന്നുപോയി. മോളെ ശൈലജേ, കാപ്പി എടുക്കൂ. വേണ്ട, കാപ്പി ഒന്നും ഇപ്പൊ വേണ്ടായിരുന്നു എന്റെ മേന്നെ. എന്തായാലും അതല്ലല്ലോ അതിന്റെ ഒരു ശരി. പെണ്ണെങ്ങനെ കൊള്ളാമോ? എന്തിനു കൊള്ളാവുന്നു? പാട്ടിലെ വലിയ കേമിയാന്നാ കേട്ടത്. നോയിക്കോ. അവള് വലിയ കേമാണ്. എനിക്കെന്താ? എന്താ അമ്മയും മോനും കൂടെ ഒരു കുശുകുശുപ്പ്? ഏയ്, ഒന്നുമില്ല. അല്ല, ഇവൻ പറയുന്ന എന്തെന്ന് വെച്ചാ ശൈലജയുടെ പാട്ട് കേട്ടാൽ. അയ്യോ, അറിയാം, പാടാറില്ല. മോളെ, നിനക്ക് വല്ലതും പ്രഭാകരനോട് ചോദിക്കാനുണ്ടോ? എനിക്കൊന്നും പറയാനില്ല, എല്ലാം അച്ഛന്റെ ഇഷ്ടം. മോളെ, ആർക്കും അഭിപ്രായ വിഷയമില്ലാതെ കഴിക്കത്തക്ക രീതിയിൽ ഉള്ള മധുര പലഹാരം തന്നെ നീ കൊണ്ടുവന്നു. മധുരം കഴിക്കാൻ പാടില്ലാത്ത അച്ഛൻ അഭിപ്രായം പറഞ്ഞാൽ എങ്ങനെയാ? കഴിക്കുന്നവരല്ലേ പറയേണ്ടത്. അവരോട് തന്നെ ചോദിക്കുന്നതാ നല്ലത്. എന്നാലേ നമുക്ക് മാറി അപ്പുറത്തോട്ടിരിക്കാം. അവർക്ക് തമ്മിൽ വല്ലതും ചോദിക്കാനോ പറയാനോ ഒക്കെ കാണുമായിരിക്കും. അങ്ങനെ പ്രത്യേകിച്ച് പ്രഭാകരന് പറയാനൊന്നുമില്ല. ഞങ്ങളുടെ ഇഷ്ടത്തിന് വിപരീതമായിട്ട് അവന് ഒന്നും പറയാനുണ്ടാവില്ല. പണ്ട് മുതലേ അവന്റെ സ്വഭാവം അങ്ങനെയാ. എന്താ നമുക്ക് അപ്പുറത്തേക്ക് നീങ്ങാം. അവിടെ കുഞ്ഞിനെ പെണ്ണ് കെട്ടിക്കാതെ അമ്മ, എനിക്ക് ഉറക്കവിളി. കല്യാണത്തിന് സമ്മതമാണ്. ഒരു വർഷം ഹനുമാനെ സേവിച്ച് ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം. എന്നാൽ ഇത് മാത്രമല്ല, പുറരാജ്യങ്ങളിലും അതിഭയങ്കരനായ ഒരു മൃഗങ്ങൾ തന്നെ അറിയപ്പെടും. എന്താണ്? പഴത്തില് ചവിട്ടിയപ്പോ കാല് തന്നെയതാ. ചവിട്ടിയപ്പോ അത് മനസ്സിലായി.
ആദ്യ രാത്രി ഭാര്യ ഭർത്താവിനെ സ്വീകരിക്കുന്നത് പാല് കുളിപ്പിച്ചതാണോ? ആണെന്ന് പിന്നെ കൈ പാലുണ്ടെന്ന് അറിയാറില്ലേ? അറിയാം. അപ്പൊ അറിഞ്ഞോണ്ടുള്ള പ്രവൃത്തിയാണല്ലേ? ആദ്യ രാത്രി ഇതാകുമ്പോ ഇനി അങ്ങോട്ട് എന്തായിരിക്കും? ഇങ്ങപ്പോ ഒരു കച്ചേരി ഉണ്ടാക്കാനെന്നും പറഞ്ഞ എന്റെ വായ അലുവായി കുത്തിക്കിട്ട് അങ്ങനെ പാല് തൂക്കിട്ടെ ഉറക്കല്ലേ ഒറ്റയിടത്തിന് ഒറ്റ ഇടത് ഞാൻ ഉറക്കല്ലേ കള്ളക്കളി എന്റെ അവര് തമ്മിൽ കള്ളെ കൊല്ലിന്നുള്ള പേരുദോഷം കേൾപ്പിക്കാതിരിക്കാനാ എല്ലായിടത്തും സമ്മതിച്ചത്. ഇങ്ങനൊക്കെ ആണെങ്കിൽ ആ പേര് നീ മേടിക്കും. അതിനിപ്പോ എന്തായാലും എന്താ ഉണ്ടായിരുന്നു? എന്റെ ഈ കോലം കണ്ടില്ലേ? പുന്നാര മരുമോള് പാലഭിഷേകം നടത്തിയതാ. നീ അങ്ങോട്ട് മാറിക്ക. എന്താ മോളെ, എന്താ ഉണ്ടായത്? പഴുത്തുണി ചവിട്ടിയപ്പോ ആ, കാല് കാലിന് വീണതാ. ഓ, ഇത്രേ ഉള്ളോ? എന്താ മോനെ, അറിയാതെ അവളുടെ കാലൊന്ന് തെന്നി. നീ അങ്ങ് ക്ഷമിക്ക്. കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രിയിൽ ഇങ്ങനെ ഒച്ചയും ബഹളം ഉണ്ടാക്കി ആൾക്കാർ ചിരിക്കും. എടാ നീ എന്നെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യരുത്. മാസം 15 ഇനി ബാക്കിയുള്ളൂ. കാലം കാത്തു നിൽക്കൂല. നിങ്ങളുടെ ഭരണം എന്റെ കൈ കൊണ്ട് തന്നെ ആയിരിക്കും. അതിലെനിക്കൊരു സംശയമില്ല. ആ മോളെ, നീ ഒന്നും വിചാരിക്കണ്ട. ചെല്ലേ മോളാത്തിയല്ലേ. അകത്തേക്ക് വരുന്നതേ കൊള്ളാം. തറയക്കട തുടങ്ങിക്കണം പറഞ്ഞേക്കാം. എന്റെ പൊന്നു ഗുരുവായൂരപ്പ, നീ തന്നെ ഇതിന് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കി താ. എന്തോന്ന് പരിഹാരം? കല്യാണം കഴിച്ചു കൊടുത്ത പ്രശ്നം തീരുമെന്നാ വിചാരിച്ചേ. ഇവിടെ പ്രശ്നം തുടങ്ങിയിട്ടേ ഉള്ളൂ. വായിൽ നാവില്ലേ? നീയൊക്കെ കുടിയിൽ തീറ്റിച്ച എന്നെ കുഴപ്പിച്ചത്. അമ്മാവും പറഞ്ഞിട്ടാ. അലുവ ചേട്ടന് ഇഷ്ടമാണെന്ന് പറഞ്ഞതുകൊണ്ടാ. ഓഹോ, അപ്പൊ ആ തന്തപ്പടിയുടെ കുരുട്ടു ബുദ്ധിയാണല്ലേ? ആ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. എടുക്കാൻ ഇങ്ങോട്ട് വരാൻ. ഇന്ന് ഞാൻ അച്ഛാ 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 അച്ഛനോടെ എന്തുവാടാ അതാ കിടക്കുന്ന? മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കത്തില്ലേ? എന്നെ പറ്റിക്കാൻ വേണ്ടി മാറി കിടക്കുകയല്ലേ കാണിച്ചത്. അച്ഛാ അച്ഛാ അച്ഛാ. വല്ലോ പറഞ്ഞായിരുന്നോ? ഇതെന്താ കാലാണ് വെച്ചിരിക്കുന്നത്? എന്നാ പിന്നെ അലമാരി കൊണ്ടുവച്ച് പൂട്ടാം. കാര്യം പറയടാ. എന്താ രണ്ടുപേരും കൂടെ? അച്ഛനെ ഒരു സാധനം തിന്നാൻ കൊണ്ടുവന്നതാ. ഇങ്ങോട്ട് ഇരുന്നിട്ട് ഇങ്ങോട്ട്. എന്തൊക്കെ പറഞ്ഞാലും ഈ പന്നി സ്നേഹമുള്ളനാ. ഒരിക്കൽ അലുവ തീറ്റിച്ച് ഇവളെ എന്റെ പിടലേക്ക് കെട്ടിവെച്ചു. ഇനിയും തീറ്റിച്ച് എന്റെ ജീവിതം പാഴാക്കാനാണ് ഭാവമെങ്കിൽ സുഭദ്രേ, മര്യാദക്ക് ഇവിടെ നിന്നിട്ട് മുഴുവൻ കഴിച്ചില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. കഴിച്ചോ. നീ ഒന്ന് വെറുതെ ഇരിക്കേ. കഴിക്കാൻ പ്രഭാര, നീ പോയി കിടന്ന് ഉറങ്ങുന്നുണ്ടോ? ഞാൻ വെളുപ്പിന് 6 മണിക്ക് എഴുന്നേൽക്കുന്നതാണ്. ഒന്ന് സമാധാനമായിട്ട് കിടന്ന് കണ്ണടയ്ക്കാന്ന് വെച്ചാ അപ്പൊ തുടങ്ങും രണ്ടും കൂടെ. ഞാനും സമാധാനമായിട്ട് തുടങ്ങിയിട്ട് 35 വർഷമായി. എങ്ങനെ മനസ്സമാധാനം കിട്ടും? മനസ്സിലിരിപ്പതല്ലേ നോക്കിയിരിക്കാൻ തിന്നാൻ. മോളെ വിളിച്ചോണ്ട് പോ. അലുവ തീറ്റിച്ച് എന്നെ അവഹേളിക്കാൻ ശ്രമിച്ച നീ ഈ അനുവായി നിന്നുകൊണ്ട് ഇവിടെ കിടന്നാൽ മതി. അങ്ങോട്ട് അങ്ങനെ വന്നോണ്ടല്ലോ. ഇത് കണ്ടല്ലോ തിന്നാൻ. ഇത് മുഴുവൻ തിന്നാൻ ഇവിടെ എഴുന്നേറ്റാണ്ടല്ലോ. ആ മോനെ പ്രഭാര, ഇനി വാ. അവനെ ഭ്രാന്താടി. പ്രാന്തം നിന്നുക. ആ മോളെ, നീ വിഷമിക്കാതെ. അവന് ചെറുപ്പം മുതലേ ഉള്ളതാ ഈ ബുദ്ധി. അവന്റെ അച്ഛന്റെ മർക്കട ബുദ്ധി. നീ വേണം അത് മാറ്റിയെടുക്കാൻ. എല്ലാം സാവകാശം മാറും. മോളിൽ ചെന്ന് കിടന്നുറങ്ങ്. ചെല്ലേ. എന്നാ, നടി. എനിക്ക് പറയാനുള്ളൂ. പറയാനുള്ളതൊക്കെ സുഭദ്ര ശരിക്ക് പറഞ്ഞ് മനസ്സിലാക്കിയേക്കണം. കാലം വന്ന് ഇന്നലെ ഓർമ്മിപ്പിച്ചിട്ട് പോയി. മാസം ഇനി 15 ബാക്കിയുള്ളൂ. 15? പേരക്കുഞ്ഞിന്റെ കാര്യമേ. ഓ, പേരക്കുഞ്ഞ്. പ്രഭാര, നീ എവിടെ പോന്നു? ഞാൻ കഥകളി കാണാൻ പോണു.
കല്യാണം കഴിച്ചൊരു പെണ്ണെ വീട്ടിലാക്കിയിട്ട് അവൻ കഥകളി കാണാൻ പോകുന്നു. അയ്യോ. എന്നാ ഞാൻ അനികതാ കാലക്ഷേപം കേൾക്കാൻ പോവാ. എടാ, കല്യാണം കഴിച്ച് ഇത്രയും കാലമായില്ല, നീ അവളെ ഒരു സിനിമയ്ക്ക് കൊണ്ടുപോയിട്ടുണ്ടോ? കല്യാണം കഴിച്ച് ഇത്രയും വർഷമായിട്ട് അമ്മ അച്ഛനും കൂടെ സിനിമയ്ക്ക് പോകുന്ന കണ്ടില്ല. അവർക്ക് ഇഷ്ടമല്ലായിട്ട്. എടാ മോനെ, ഭർത്താവിന്റെ കൂടെ ഉടുത്തൊരുങ്ങി വെളിയിൽ പോണോന്ന് അവക്കും ആശ കാണൂലേ? അടുത്ത വീട്ടിലെ സുധാരൻ ആഴ്ചയിൽ 2 പ്രാവശ്യം അവളെ സിനിമയ്ക്ക് വിളിച്ചോണ്ട് പോന്നു. എന്റെ ഭാര്യയും കുട്ടിയോ? അല്ലല്ലല്ല, അവന്റെ ഭാര്യയെ. ആ, ഇങ്ങനെ. ആ മോളെ, എന്നെ വിളിച്ചോ? മോളെ, ടിക്കറ്റ് രാവിലെ ബുക്ക് ചെയ്തതാ. കുടുംബം ഒരു സ്വർഗം. അഥവാ ഭാര്യ ഒരു ദേവത. ഓഹോ, അപ്പൊ എല്ലാരും കൂടെ ഒത്തോണ്ടുള്ള പരിപാടിയല്ലേ? മോള് ചെല്ലടാ മോനെ. വിളിച്ചോണ്ട് പോടാ. മോള് പോയിട്ട് നോക്കടേ, അത് ആരാ വരുന്നതെന്ന്. ഈ മക്കിന്റെ കൂടെ ആരാടാ കിണ്ണം പോലത്തെ ഒരു പെണ്ണിനെ പറഞ്ഞയച്ചത്? ദേ, കുറച്ച് വേഗം നടക്കാനേ, സിനിമ തുടങ്ങിക്കോ. തുടങ്ങിപ്പോയെങ്കിൽ തിരിച്ചിങ്ങോട്ട് പോരും. എനിക്ക് വല്ല അത്യാവശ്യം സിനിമ കണ്ടിട്ട്. ഏതെങ്കിലും കുഴപ്പം പിടിച്ച പാർട്ടി ആയിരിക്കും. അല്ലെങ്കിൽ പിന്നെ അറിഞ്ഞുകൊണ്ട് ഈ മക്കിനെ കൊണ്ട് കെട്ടിക്കോ. ആര് പോയാലും കമന്റ് അടിക്കുന്നത് ഇവന്മാരുടെ ഒരു സ്ഥിര സ്വഭാവം. കാരണക്കുറ്റി കയ്യും കൂടെ വേണ്ട. നിന്നെ കൊണ്ട് ആദ്യമായിട്ട് പുറത്തിറങ്ങിയതാ. വഴി കിടന്ന് ഞാൻ അവരതായിട്ട് വഴക്കുണ്ടാക്കിയല്ലേ, അതിന് നാളെ എനിക്കാ. എന്താ അവിടെ തന്നെ നിന്നളഞ്ഞേ? ഇരിക്കുന്നില്ലേ? ഞാനിവിടെ നിന്നോളാം, നിങ്ങളിരിക്കെ. നിങ്ങളോ? അല്ല, പേര് വിളിച്ചാ ചിലപ്പോ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ച. ഇന്നെന്താ പതിവില്ലാത്തൊരു ബഹുമാനം? എനിക്ക് നേരത്തെ അറിയില്ലായിരുന്നു എന്ത്? ഈ കരാട്ടയും കയ്യാങ്കളിയൊക്കെ അറിയാന്ന്. ഞാൻ ചെറുപ്പത്തിലേ പഠിച്ചതാ. ചേട്ടന് കളിയാക്കുന്നു കണ്ടപ്പോ എനിക്ക് സഹിക്കാനായില്ല. അപ്പോൾ ഞാൻ ചീത്ത പറയുമ്പോഴൊക്കെ ദേഷ്യം വരാറില്ലേ? ചീത്ത പറഞ്ഞാലും താലി കെട്ടിയ പുരുഷനാവുമ്പോ സഹിക്കല്ലാതെ മറ്റു മാർഗമില്ലല്ലോ. ആഞ്ജനേയ, എല്ലാം അവിടുത്തെ കടാക്ഷം എന്ന് പറഞ്ഞാൽ മതി. അവൾ എന്റെ ഭാര്യ ആയിരിക്കുന്നത്തോളം കാലം ഒരുത്തനും ഒരു ചുക്കും എന്നെ ചെയ്യൂല. അവളുടെ കരുത്തിൽ താലി ഉള്ളിടത്തോളം കാലം എന്നോടൊരു വാക്കും മറുത്ത് പറയൂല. അയ്യോ,
വരാത്തല്ലേ? എന്നാലേ നിന്റെ മുമ്പിൽ വെച്ച് തന്നെ ഞങ്ങൾ ഇതിനെ തട്ടാൻ പോവാ. നീ കണ്ടോ? ശൈലജേ, ശൈലജേ, എന്താ എന്താ ഉണ്ടേ? ഞാൻ എന്തോ സ്വപ്നം. ഇങ്ങനെയാ സ്വപ്നം കാണുന്നത്? നിന്റെ കരാട്ടെ കൈകൾ എഴുത്ത് വേണ്ട. എനിക്കിത് ശരിക്കും മനസ്സിലായിട്ടില്ല. കേരളത്തിൽ കിട്ടുകൊണ്ട് കൊടുക്കുന്ന കൊച്ചു പറയാൻ മനസ്സിലായോ? ആ കളിക്കുന്നു. വാച്ചിന് സമയം തെറ്റിയാലും അവന് തെറ്റത്തില്ല. അല്ലേ? ഇങ്ങോട്ട് ഇറങ്ങ്. നിങ്ങളെ കുഞ്ഞാറ വരവുണ്ടല്ലോ, അവളെ ചവിട്ടാൻ നോക്കി. അത് നേരത്തെ കണ്ട് ഞാൻ ഒഴിഞ്ഞു മാറിയതുകൊണ്ട് എന്റെ ദേഹത്ത് കൊണ്ടില്ല. ഞാൻ സ്വപ്നത്തിൽ അറിയാതെ സ്വപ്നം കണ്ടതാണെന്ന് തന്നെ ഇരിക്കട്ടെ. ഇതുപോലെ ഇവൾ പലരും സ്വപ്നം കാണും. എന്നെ ചവിട്ടും. ഇല്ലെന്ന് ഉറപ്പുണ്ടോ? ഉറപ്പുണ്ടോ? എന്തോ നാളായത്? റോഡിൽ കിടന്ന് നാട്ടുകാരോട് തല്ലുണ്ടാക്കിയ ഇവള് നാളെ എന്നെ എന്ത് ചെയ്യാൻ പഠിക്കില്ല. അതുകൊണ്ട് ഇന്നു മുതൽ എന്റെ കിടപ്പ് പുറത്ത്. അവന്മാരെ കളിയാക്കിയപ്പോ എനിക്ക് എന്റെ തല അറിയാൻ വയ്യെന്ന് കരുതിയോ? അതോ കൈയില്ലെന്ന് കരുതിയോ? അവളുടെ ഒരു ബ്രൂസ്ലി ചമയല്ലേ. പെമ്പിള്ളാരായ കുറച്ച് അടക്കോ ഒതുക്കൊക്കെ വേണം. മനസ്സിലായോ? അല്ലാണ്ട് റോഡിൽ കിടന്ന് തല്ലുണ്ടാക്കിയല്ല വേണ്ടത്.